ഫേസ്ബുക്കിലൂടെ നായിക ഒരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലാവുന്നു. ശേഷം അവനുമായിട്ട് അവൾ കല്യാണം കഴിക്കുവാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നായിക അറിയുന്നത് ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയെന്ന്. അങ്ങനെയാണെങ്കിൽ ആ മണ്ടത്തരം എന്തായിരുന്നു, എന്താണ് ശരിക്കും സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു എക്സൈറ്റിംഗ് മൂവിയാണ് 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ പാലും പഴവും എന്ന മലയാളം മൂവി. സോ ഇന്ന് നമ്മൾ ആ മൂവിന്റെ കഥയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ മച്ചാമാരെയും സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നായികയായ സുമീനെ കാണിക്കുവാണ്. അവൾക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടി. അവളിപ്പോ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് വീട്ടിലേക്ക് ഓടിയെത്തി. വീടിനകത്തുള്ള അമ്മേനെ വെളിയിലേക്ക് വിളിക്കുവാണ്. പെട്ടെന്ന് വാ അമ്മയെന്നും പറഞ്ഞ് അവൾ അങ്ങനെ വിളിക്കുന്ന സമയം എന്തോ അർജന്റ് ആണെന്ന് വിചാരിച്ച് അമ്മ ഓടി വീടിന് വെളിയിലേക്ക് വരുന്നു. ഈ സമയം കാല് വഴുതി അമ്മ അവിടെ വീഴുവാണ്. അത് അത്യാവശ്യം നല്ലൊരു വീടിലായോണ്ട് തന്നെ അമ്മ ആ വീഴലിലൂടെ കിടപ്പിലാവുന്നു. അമ്മ കിടപ്പിലായതോടെ നായികയ്ക്ക് അമ്മേനെ നോക്കി വീട്ടിലിരിക്കേണ്ടി വരുന്നു. അതായത് കിട്ടിയ ജോലിക്ക് അവൾക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് ഇതേ സമയത്ത് ഹയർ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായകനായ സുനിലിനെ കാണിക്കുന്നു. വളരെ ഉഴപ്പനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മുടെ നായകൻ. സുനിലിന്റെ വീട്ടില് അമ്മയും അച്ഛനും ചേട്ടനുമാണുള്ളത്. ചേട്ടൻ നായകനെ പോലെ എല്ലാം നന്നായിട്ട് പഠിക്കും. വീട്ടിലും നാട്ടിലൊക്കെ അവന് നല്ല വിലയാണ്. എന്നാൽ നമ്മുടെ നായകൻ സുനിൽ അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്, ഒരു വിലയില്ല. സുനിലിന്റെ ചേട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുഗു. അവരെന്തോ ചെറിയ വഴക്കിലാണ്. ആ സുഗുവായിട്ട് നായകൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിലെ സുമീനെ കാണിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. നായിക എപ്പോഴും അമ്മേനെ നോക്കി വീട്ടിൽ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. സുമീന്റെ ചേട്ടനാണെങ്കിൽ വിവാഹം കഴിച്ചു. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാത്തൂനായിട്ട് വരുന്ന പെണ്ണ് ഇനിയുള്ള കാലം അമ്മേനെ നോക്കിക്കൊള്ളൂ എന്ന് സുമി വിചാരിച്ചു. എന്നാൽ കല്യാണം കഴിഞ്ഞതും നാത്തൂൻ സുമേഷിനെയും കൂട്ടി, അതായത് നായികന്റെ ചേട്ടനെയും കൂട്ടി അവിടുന്ന് താമസം മാറിപ്പോയി. ഇതേ സമയം കൊണ്ട് സുമീന്റെ കൂടെ പഠിച്ച സുമീന്റെ ഫ്രണ്ട്സിനെല്ലാം ജോലിയും കിട്ടി. അവരുടെ വിവാഹവും കഴിഞ്ഞ് അവരെല്ലാം സെറ്റിലായിരുന്നു. എന്നാൽ സുമി ഇപ്പോഴും അങ്ങനെ നിൽക്കുവാണ്. സുമീന്റെ അമ്മയ്ക്കാണെങ്കിൽ സുമീനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. സുമി അന്ന് എന്തോ അർജന്റ് പോലെ വിളിച്ചോണ്ടല്ലേ അവർ ഓടി വന്ന് വീണത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ കിടപ്പിലായത്. അതുകൊണ്ട് തന്നെ ആ ദേഷ്യം മനസ്സിൽ വെച്ച് ഭയങ്കര റൂഡായിട്ടായിരുന്നു അമ്മ അവളോട് പെരുമാറാറ്. മുതുക്കിയെന്നും മൂക്കില് പല്ല് മുളച്ചോളെന്നൊക്കെയാണ് അമ്മ ദേഷ്യം കൊണ്ട് അവളെ വിളിക്കാറ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നായികയ്ക്ക് ഒരുപാട് വിഷമാവാറുണ്ട്. എന്നാൽ അവൾ അതിനോടൊന്നും പ്രതികരിക്കാറില്ല. ഇതേ സമയം കൊണ്ട് +2 പഠിക്കുമായിരുന്ന നമ്മുടെ സുനില് വളർന്നു വലുതായി ഒരു കോളേജ് പയ്യനായിരിക്കുന്നു. പഠിത്തത്തിലൊന്നും നായകനൊട്ടും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ശരിക്കും കാണാനും ഉണ്ടായിരുന്നു. കാരണം അത്രയും സപ്ലി ഉണ്ടായിരുന്നു അവന്. അതിന്റെ പേരിൽ എല്ലാ ദിവസവും അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറയുമായിരുന്നു. ഈ പഠിത്തമൊക്കെ നിർത്തിവെച്ച് വല്ല ബിസിനസ്സും തുടങ്ങി രക്ഷപ്പെടാനായിരുന്നു അവന്റെ ആഗ്രഹം. അവനത് അച്ഛനോട് പറഞ്ഞ സമയത്ത് അച്ഛനാണെങ്കിൽ അവനെ കുറെ ചീത്ത പറയുകയാണ് ചെയ്തത്. അങ്ങനെ അവന്റെ സങ്കടമെല്ലാം അവന്റെ ഫ്രണ്ടായ സുഗുവിന്റെ അടുത്ത് പറയുന്ന സമയത്ത് സുഗു പറയുവാണ്, എടാ രക്ഷപ്പെടാൻ കുറെ മാർഗങ്ങൾ വേറെയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഫേസ്ബുക്കിലൂടെ ഒരു പണക്കാരിനെ വളച്ചോണ്ടിരിക്കുവാണ്. അവളെ കെട്ടാൻ കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അതേപോലെ എന്തെങ്കിലും നീ നോക്കാൻ നോക്ക്. ഇത് കേട്ട നായകൻ സുനില് എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെ അവനൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാം തുടങ്ങി കണ്ണി കാണുന്ന പെൺകുട്ടികൾക്കെല്ലാം റിക്വസ്റ്റ് അയക്കാൻ തുടങ്ങുന്നു. അടുത്ത സീനിൽ സുമീനെ കാണിക്കുവാണ്. ഇനി ഇങ്ങനെ ജീവിതം പാഴാക്കാനായിട്ട് അവൾക്ക് താല്പര്യമില്ലായിരുന്നു. TTC എല്ലാം പാസ്സായ ആളാണ് സുമി. സോ അമ്മേന്റെ കാര്യങ്ങളും നോക്കി ബാക്കിയുള്ള സമയങ്ങളിൽ അടുത്തുള്ള ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടുവാണെങ്കിൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും എന്ന് വിചാരിച്ച് നായിക അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. എന്നാൽ സ്കൂളിൽ ടീച്ചറായിട്ടൊന്നും അവൾക്ക് ജോലി കിട്ടുന്നില്ല. എന്നാൽ ഒട്ടും തളരാതെ നായിക വീണ്ടും ട്രൈ ചെയ്യുന്നു. അങ്ങനെ അടുത്തുള്ള ഒരു ബാങ്കിലെ ക്ലർക്കായിട്ട് അവൾക്ക് ജോലി കിട്ടുന്നു. അവിടുത്തെ മാനേജർക്കാണെങ്കിൽ സുമീന് ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുമി ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ചെന്നപ്പോൾ തന്നെ അയാൾ അവൾക്ക് ജോലി കൊടുത്തത്. അങ്ങനെ സുമി ആ ജോലിയിൽ ജോയിൻ ചെയ്ത് അമ്മയുടെ കാര്യങ്ങളും ജോലിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു. എന്നാൽ സുമി ജോലിക്ക് പോകുന്നത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. സുമി വർക്ക് ചെയ്യുന്ന ബാങ്കിലെ രേവതി എന്ന് പറയുന്നൊരു സ്റ്റാഫുമായിട്ട് സുമി നല്ല കമ്പനി ആവുന്നുണ്ട്. ഇതേ സമയത്ത് കോളേജ് മൈനായ നമ്മുടെ സുനിലാണെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഒരു പണച്ചാക്കിനെ വളച്ച് സെറ്റാക്കി കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമല്ലേ. അതിനുവേണ്ടി അവന്റെ അക്കൗണ്ട് എല്ലാം ഒന്ന് മോൾഡ് ചെയ്യുന്നു. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത്, അതായത് പ്രായം കൂട്ടിക്കാട്ടി കണ്ട പ്രായം തോന്നിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഇട്ട് അവൻ വീണ്ടും പണി തുടങ്ങുവാണ്. അതുപോലെ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അവൻ പ്രൊഫൈൽ ബയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അവസാനം ദേവു എന്ന് പറയുന്നൊരു പെണ്ണുമായിട്ട് ഫേസ്ബുക്കിലൂടെ ചാറ്റിംഗ് തുടങ്ങുന്നു. അങ്ങനെ കുറഞ്ഞ ദിവസം കൊണ്ട് അവൻ ദേവുവിനെ വളയ്ക്കുന്നു. ഫേസ്ബുക്കിലൂടെ അല്ലേ അവര് പ്രണയിച്ചത് മുഴുവൻ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. സോ ഒരു ദിവസം കാണാന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് അവര്. അങ്ങനെ തീരുമാനിച്ച സ്ഥലത്തേക്ക് തീരുമാനിച്ച ദിവസം നായകൻ എത്തുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് നായകൻ മനസ്സിലാവുന്നത് നായകൻ ഇത്ര നാളും ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ദേവിനോടല്ലായിരുന്നു, ദേവനോടായിരുന്നു. അതേ ദേവു എന്ന ഫേക്ക് നെയിമില് അവനുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഗേ ആയിരുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കിയത് നായകൻ അവിടെ നിന്ന് ജീവനും കൊണ്ടോടി. അങ്ങനെ ഇത് അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ അവനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നു. അതോടുകൂടി ഫേസ്ബുക്കിൽ എല്ലാവർക്കും റിക്വസ്റ്റ് അയച്ച് എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന പരിപാടി നായകൻ നിർത്തുന്നു. ഇനി നോക്കിയും കണ്ടൊക്കെ കളിക്കാന്ന് നായകൻ തീരുമാനം എടുക്കുന്നു. അടുത്ത സീനിൽ സുമീനെ കാണിക്കുവാണ്. ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സുമിക്ക് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയിനോട് ചെറിയൊരു ക്രഷ് തോന്നുന്നു. എന്നാൽ അയാൾക്ക് സുമീനേക്കാളും പ്രായം കുറവായിരുന്നു. ഒരു ദിവസം സുമീനെ അയാള് ചേച്ചി എന്ന് വിളിച്ചു. അതോടുകൂടി സുമി ആകെ ഡൗൺ ആയി. ഈ കാര്യങ്ങളെല്ലാം രേവതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രേവതിയായിട്ട് നായിക നല്ല കമ്പനിയല്ലേ. അപ്പൊ രേവതി കാര്യം ചോദിക്കുന്നു. അപ്പൊ നായിക കാര്യങ്ങളെല്ലാം പറയുവാണ്. പക്ഷെ അത് ശരിയല്ല എന്ന് വിചാരിച്ച നീ ഇങ്ങനെ ഡെസ്പാവല്ലേ, നിനക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ, ഇല്ലെങ്കിൽ ഒരെണ്ണം തുടങ്ങണം. അതിലൊക്കെ നല്ല നല്ല പയ്യന്മാരുണ്ട്, ആരെങ്കിലും ഒക്കെ ആയിട്ട് മെസ്സേജ് ഒക്കെ അയച്ചാൽ അങ്ങനെ അങ്ങ് സെറ്റ് ആവ്. ഇങ്ങനെ രേവതി പറയുമ്പോൾ എന്ന് എനിക്കൊരു അക്കൗണ്ട് തുടങ്ങി താന്ന് രേവതിനോട് നായിക പറയുന്നു. അങ്ങനെ രേവതി അവൾക്കൊരു അക്കൗണ്ട് തുടങ്ങി കൊടുക്കുന്നു. കറന്റ് 33 വയസ്സുള്ള നമ്മുടെ നായിക ആ സമയത്ത് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പ്രായം കുറച്ച് കാണിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്.
അതുകൊണ്ട് രേവതി അതിനനുസരിച്ചാണ് ഏജ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പുതിയ അക്കൗണ്ട് എല്ലാം തുടങ്ങിയിട്ട് രേവതി തന്നെ കുറെ പയ്യന്മാർക്ക് റിക്വസ്റ്റ് കൊടുക്കുവാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ സുനിലും ഉണ്ടായിരുന്നു. സുനിൽ അവന്റെ അക്കൗണ്ട് എടുത്തിട്ട് കുറെ ആൾക്കാർക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചായിരുന്നു. എന്നാൽ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങോട്ട് ഒരു റിക്വസ്റ്റ് വരുന്നത്, അത് നമ്മുടെ നായകന്റെ. അങ്ങനെ നായകൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ശേഷം നായകനാണെങ്കിൽ അവന്റെ പണി തുടങ്ങുവാണ്. ജസ്റ്റ് ഒരു ഹൈ അങ്ങോട്ട് അയക്കുന്നു. നായിക അതിന് റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ചാറ്റിംഗ് ആവുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയപോലെ ഇത്തവണ എന്തായാലും അബദ്ധം പറ്റാൻ പാടില്ല. തന്നോട് ചാറ്റ് ചെയ്യുന്നത് പെണ്ണ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി കൂട്ടുകാർ പറഞ്ഞിട്ട് നായകൻ നായികനോട് ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. നായിക അതിനൊരു വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പെണ്ണ് റിയൽ ആണെന്ന് നായകന് മനസ്സിലാവുന്നു. അങ്ങനെ നായകൻ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ചാറ്റിംഗ് ഒക്കെ ആയിട്ട് അവർ കൂടുതൽ അടുക്കുവാണ്. ഇത്രയും നാളെ സുമിക്കാണെങ്കിൽ എല്ലാവരോടും ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. എന്നാൽ നായകനുമായിട്ട് ചാറ്റ് ചെയ്ത് അവനുമായിട്ട് അടുക്കാൻ തുടങ്ങിയതോടെ നായകന്റെ റഫ് ക്യാരക്ടർ എല്ലാം പതിയെ സോഫ്റ്റ് ആയി മാറാൻ തുടങ്ങുന്നു. ഇവളുടെ സ്വഭാവത്തിന് എന്താ പെട്ടെന്നൊരു മാറ്റെന്ന് അമ്മ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നായകനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നു. നായിക ആണെങ്കിൽ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി നായകനാണെങ്കിൽ അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. ആ സമയത്ത് സുമിയാണെങ്കിൽ വീട്ടിൽ അമ്മേനോട് എന്തോ വഴക്കുണ്ടാക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ കോൾ ചെയ്ത നായകൻ അവൾ വലിയ വൈബൊന്നും ഇല്ലാതെ സംസാരിക്കുന്ന കേട്ടിട്ട് കാര്യം ചോദിക്കുമ്പോൾ വിവാഹത്തിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് നായിക പറയുന്നു. ഇത് കേട്ട സുനിൽ അവളോട് എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നങ്ങ് ചോദിക്കുവാണ്. ഇത് കേട്ട സുമിയാണെങ്കിൽ മറുപടി ഒന്നും കൊടുക്കാതെ കോൾ കട്ട് ചെയ്യുന്നു. താൻ അങ്ങനെ ചോദിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് കോൾ കട്ട് ചെയ്തത്. ഇനി അവൾ വിളിക്കില്ലായിരിക്കും എന്നൊക്കെ നായകൻ വിചാരിച്ചു. എന്നാൽ അടുത്ത ദിവസം സുമിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം രേവതിനോട് ഷെയർ ചെയ്തു. അപ്പൊ രേവതി അവളോട് ഇതിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. സുനിലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷമാണ് ഞാൻ ലൈഫിൽ ഇത്രയും ഹാപ്പി ആയത്, ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഓക്കെ പറയാൻ തീരുമാനിച്ചു എന്ന് അവൾ പറയുമ്പോൾ രേവതി അങ്ങനെയാണെങ്കിൽ ഒട്ടും സമയം കളയണ്ടെന്ന് പറയുന്നു. അങ്ങനെ സുമി നായകന്റെ നമ്പറിൽ തിരിച്ചു വിളിക്കുന്നു. എന്നിട്ട് താൻ ഇന്നലെ പറഞ്ഞ കാര്യമില്ലേ അതിന് ഞാൻ ഓക്കെ ആണെന്ന് പറയുവാണ്. ഇത് കേട്ട നായകൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. സീക്രട്ട് ആയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്ത് ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിൽക്കാന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. സുനിലിന് വേണ്ട എല്ലാ ഹെൽപ്പുമായിട്ട് അവന്റെ ഫ്രണ്ട്സും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തീരുമാനിച്ച ആ ദിവസം എത്തുവാണ്. രാവിലെ അമ്മയോട് യാത്ര പറഞ്ഞ് ജോലിക്കിറങ്ങുന്ന പോലെ നായിക വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. രേവതിനെയും കുട്ടി നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുവാണ്. അപ്പോഴേക്കും നായകനും ഫ്രണ്ട്സും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം അവിടെ വെച്ച് നടക്കുവാണ്. അങ്ങനെ കല്യാണം എല്ലാം രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് മനസ്സിലാവുന്നത് നായികയ്ക്ക് 33 വയസ്സും നായകന് 23 വയസ്സും ആണെന്ന്. പ്രായം രണ്ടുപേരും ഫേസ്ബുക്കിൽ തെറ്റിച്ചായിരുന്നല്ലോ കൊടുത്തിരുന്നത്. ഇപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും പണി കിട്ടി. എന്തായാലും അബദ്ധം പറ്റിയെന്ന് മനസ്സിലായല്ലോ. ഇനി അത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് രണ്ടുപേരും അത് വിടുന്നു. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവര് കുറച്ചു ദിവസം അവിടെ നിന്ന് മാറി നിൽക്കാന്ന് വിചാരിക്കുവാണ്. അതിനുവേണ്ടി അവർ മൂന്നാറിലേക്കാണ് പോകുന്നത്. എന്നാൽ യാത്രക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നായകനെ പോലീസ് പിടിക്കുന്നു. അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞ കാര്യം പുറത്തു വരുന്നു. അത് നായികയ്ക്ക് പറയേണ്ടി വരുന്നു. അങ്ങനെ എല്ലാവരും ഇവരുടെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയുവാണ്. ഭർത്താവിന് 23 വയസ്സും ഭാര്യയ്ക്ക് 33 വയസ്സൊന്നും പറഞ്ഞ് എല്ലാവരും അവരെ കളിയാക്കാനും തുടങ്ങുന്നു. അങ്ങനെ എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞതോടെ ഇനിയൊന്നും മറച്ചു വെക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ നായകനെയും കൂട്ടിക്കൊണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അമ്മേനോട് അമ്മ എന്റെ കല്യാണം കഴിഞ്ഞു, ഇതെന്റെ ഭർത്താവാണെന്നും പറഞ്ഞ് നായകൻ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. ഒരു കൊച്ചു പയ്യനെയും കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു മുതുക്കി, നിനക്ക് നാണോ ഇല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മയാണെങ്കിൽ അവളെ കുറെ ചീത്ത പറയുന്നു. ഇതെല്ലാം അവളെ ഒരുപാട് സങ്കടപ്പെടുത്തുവാണ്. അടുത്ത ദിവസം നായികയാണെങ്കിൽ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയം അവളുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം അവളെ കളിയാക്കുന്നു. അവിടുത്തെ മാനേജർക്ക് അവളോടൊരു താല്പര്യമുള്ളതുകൊണ്ടായിരുന്നല്ലോ അവളെ അവിടെ ജോലിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അയാൾക്കുണ്ടായിരുന്ന ഹോപ്പ് പോയല്ലോ. അതുകൊണ്ട് അയാൾ അവളോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുവാണ്. എന്നാൽ സുമി അതെല്ലാം സഹിച്ചു നിൽക്കുന്നു. കാരണം ഈ ജോലി നഷ്ടപ്പെടുത്തിയ അവളാകെ കുടുങ്ങി പോവായിരുന്നു. അങ്ങനെ അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ സുമി നായകനോട് ചോദിക്കുന്നുണ്ട്, ഇയാള് ടെക്നോ പാർക്കിലല്ലേ വർക്ക് ചെയ്യുന്നത്, എന്നാൽ ലീവ് കഴിഞ്ഞ് ജോലിക്ക് കയറുന്നതെന്ന്. ഇത് കേട്ട നായകനൊന്ന് പതറുന്നു. ഉടനെ കയറുമെന്ന് അവൻ റിപ്ലൈ കൊടുക്കുന്നു. ഏതെങ്കിലും പെണ്ണിനെ ഫേസ്ബുക്ക് വഴി സെറ്റാക്കാൻ വേണ്ടി ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുവാണെന്നും അവൻ വെറുതെ കൊടുത്തതല്ലായിരുന്നോ. അങ്ങനെ ഇപ്പൊ അതും നായകന് വള്ളിയായി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നായകനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനെ വിളിച്ചറിയിക്കുന്നു. കാര്യം അറിയുന്ന അവന്റെ ഫ്രണ്ട്സ് നീ സുഗുവിനെ വിളിച്ച് കാര്യം പറ, സുഗുവിന് എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെ സുഗു ഇപ്പോൾ ഉള്ള സ്ഥലമെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി നായകനെ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുവാണ്. എന്നാൽ അവിടെ ചെന്നപ്പം നായകൻ അകഞ്ഞെട്ടി. സുഗുവിന്റെ അവസ്ഥ നായകനേക്കാളും കഷ്ടമായിരുന്നു. സുഗു ഫേസ്ബുക്കിലൂടെ ഒരു പണക്കാരനെ വളച്ച് സെറ്റാക്കി എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ, അതിൽ അവനും ഒരു ചതി പറ്റി. അങ്ങനെ അവനും ആകെ കുത്തുവാള എടുത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ സുഗുവിന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിസ്സഹായ അവസ്ഥയിൽ നായകൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. തനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് നായകനോട് നുണ പറഞ്ഞിട്ടായിരുന്നു നായകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നായകൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയതും എന്തായി പോയ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് നായക ചോദിക്കുന്നു. ഇനിയും ജോലിക്ക് പോവാണ്, മീറ്റിംഗ് ഉണ്ടെന്നൊന്നും പറഞ്ഞു പിടിച്ചു നിന്നാ ശരിയാവില്ല എന്ന് നായകൻ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നായകൻ ഈ സമയത്ത് ഒരു കളി കളിക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ നായകനോട് അവൻ പറയുവാണ്, കുട്ടിക്കാലം മുതലേ ഒരു ബിസിനസ്സുകാരനാവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ വീട്ടുകാരെന്നെ നിർബന്ധിച്ച് എഞ്ചിനീയറിംഗിന് വിട്ടു. താല്പര്യമില്ലാതെ പഠിച്ചുകൊണ്ട് എനിക്ക് അതിൽ കുറെ സപ്ലിയും വന്നു. അങ്ങനെ പഠിത്തവും നിർത്തി ജീവിക്കാൻ വേണ്ടി ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം എന്റെ വിധി. ഇങ്ങനെല്ലാം പറഞ്ഞ് നായകൻ സെന്റി അടിക്കുന്ന സമയം നിന്റെ ആഗ്രഹം എന്ത് വില കൊടുത്ത് നിറവേറ്റാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് നായിക അവന് വാക്ക് കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന സുനിൽ വിചാരിക്കുവാണ് തന്റെ ആഗ്രഹം നിറവേറ്റുക എന്ന് പറയുമ്പോൾ അപ്പൊ താൻ ആഗ്രഹിച്ച പോലെ ഒരു ബിസിനസ് തുടങ്ങാൻ നായിക അവന് ലോൺ എടുത്ത് കൊടുക്കുമായിരിക്കും. എന്നാൽ അടുത്ത ദിവസം നായകനോട് നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് എന്നോടൊപ്പം വരാൻ പറഞ്ഞ് അവനെ വിളിക്കുവാണ്. കാര്യം മനസ്സിലാവാത്ത നായകൻ അവള് വിളിച്ചല്ലേ എന്നുള്ള രീതിയിൽ അവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് അവളുടെ കൂടെ പോവാണ്. അങ്ങനെ നായകനെ കൊണ്ടുവന്നത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കോളേജിലേക്കായിരുന്നു. നായകന്റെ പഠിത്തം പകുതി നിന്നുപോയി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ തോറ്റ എക്സാം എല്ലാം ക്ലിയർ ചെയ്ത് നല്ലൊരു ജോലിയിലേക്ക് നായകൻ കയറി എത്താൻ വേണ്ടി
അവന്റെ തുടർ പഠനം ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നായിക അവനെ കൂട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ നായകന്റെ പ്ലാനിങ് അവിടെ തകരുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ല, നായിക എന്തായാലും ആ കോളേജിൽ അവനെ ജോയിൻ ചെയ്യിപ്പിച്ചു. അടുത്ത ദിവസം മുതൽ നായകനാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ ആ കോളേജിൽ പോകാനും തുടങ്ങുവാണ്. അങ്ങനെയിരിക്കുന്ന സമയത്ത് നായകന്റെ കല്യാണം കഴിഞ്ഞതാണ്. 23 വയസ്സുള്ള നായകൻ കല്യാണം കഴിച്ചത് 33 വയസ്സുള്ള ഒരു പെണ്ണിനെയാണെന്നൊക്കെ അവിടെയുള്ള ആൾക്കാരെ അറിയുവാണ്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ നായകനെ കളിയാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവരെ കളിയാക്കല് സഹിക്കാനാവാതെ വരുമ്പോൾ ഇനി കോളേജിലേക്ക് പോകുന്നില്ല എന്ന് നായകൻ തീരുമാനം എടുക്കുന്നു. അങ്ങനെ കുറെ ദിവസം നായകൻ കോളേജിൽ പോവാതിരിക്കുമ്പോൾ അതെങ്ങനെ നായിക അറിയുന്നു. അങ്ങനെ നായിക ചോദിക്കുന്ന സമയത്ത് നീ നിന്റെ ഇഷ്ടത്തിന് എല്ലാം തീരുമാനിച്ചു, എന്നെ കോളേജിൽ കൊണ്ടേ ചേർത്തു, കോളേജിൽ ഇപ്പൊ എല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് നീ അങ്ങോട്ട് പോകാൻ എനിക്ക് മനസ്സിലാന്നൊക്കെ പറഞ്ഞ് നായകൻ നായകനോട് ദേഷ്യപ്പെടുന്നു. ഈ സമയത്ത് നായികയ്ക്ക് എന്തോ പോലെയാവുന്നു. അങ്ങനെ നായികയ്ക്ക് ഒരുപാട് ഫീൽ ആയി എന്ന് മനസ്സിലാവുന്ന സമയത്ത് നായകൻ അവളോട് പാവം തോന്നുവാണ്. തന്റെ കൂടെ നല്ലൊരു ജീവിത സ്വപ്നം കണ്ടല്ലേ അവൾ ഇങ്ങനെ എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് അവളെ സങ്കടപ്പെടുത്തണ്ടെന്നുള്ള രീതിയിൽ നായകനെ കോളേജിലേക്ക് വീണ്ടും തിരിച്ചു ചെന്ന് പഠിക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൻ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. അതേപോലെ തന്നെ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം വീട്ടിലുള്ള സുമീന്റെ അമ്മേനെ നോക്കുന്ന കാര്യങ്ങളും അവൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മയുമായിട്ട് സുനിൽ നല്ല രീതിയിൽ അടുക്കുന്നു. ഇതേസമയം നമ്മുടെ നായകന്റെ മനസ്സ് ഇങ്ങനെ പോകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സുനിൽ എന്ന് പറഞ്ഞ കാര്യങ്ങളും ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം അറിയുന്നവരെല്ലാം ഇവരെ കുറ്റപ്പെടുത്തിയതും നായിക കാരണം സുനിലിന്റെ ജീവിതം തകർന്നു പോയെന്നുള്ള ചിന്തകളും ഇങ്ങനെ എല്ലാം കൂടി ആവുമ്പോൾ ഇനി അവന്റെ ജീവിതത്തിൽ നിന്ന് അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് നായികയ്ക്ക് തോന്നുന്നു. അങ്ങനെ നായിക ഒരു വക്കീലിനെ പോയി കണ്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് നായിക വീട്ടിലേക്ക് എത്തുന്ന സമയം അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞ്, അതായത് നായികന്റെ കല്യാണം കഴിഞ്ഞതെല്ലാം അറിഞ്ഞ് നായികന്റെ ചേട്ടനായ സുമേഷും അയാളുടെ വൈഫും അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയ നായികനോട് അവർ ഈ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ അത് വലിയ പ്രശ്നമാവുകയാണ്. ഈ സമയത്ത് വീട്ടിലുള്ള നമ്മുടെ നായകനാണെങ്കിൽ അതിലിടപെടുന്നു. അപ്പൊ ആകെ പ്രാന്ത് പിടിച്ച നമ്മുടെ നായികയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നീ ഇടപെടണ്ടെന്നും പറഞ്ഞുകൊണ്ട് നായകനോട് ദേഷ്യപ്പെടുന്നു. അതുപോലെ ഈ കല്യാണം കഴിഞ്ഞതുപോലെ ഞാൻ ഒരുപാട് അനുഭവിക്കാൻ തുടങ്ങിയതാണ്, ഇനി എനിക്ക് എന്തായാലും പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പിരിയാന്നും പറഞ്ഞ് നായിക തയ്യാറാക്കി കൊണ്ടുവന്ന ആ ഡിവോഴ്സ് നോട്ടീസും നായകന് കൊടുക്കുന്നു. അവൾ ഒരുപാട് ഇമോഷണലായി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെല്ലാം പെരുമാറി ആ വക്കീൽ നോട്ടീസ് കൊടുക്കുമ്പോൾ നായകന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ നായകൻ അവൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നോട്ടെ എന്നും വിചാരിച്ച് അതിൽ സൈൻ ചെയ്ത് ബാഗെല്ലാം പാക്ക് ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇത് കാണുന്ന നായകന്റെ അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നായകൻ നേരെ പോകുന്ന അവന്റെ വീട്ടിലേക്കായിരുന്നു. അവന്റെ വീട്ടിലെത്തുന്ന സമയത്ത് അവന്റെ ചേട്ടനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു. നായകൻ കാര്യം ചോദിക്കുന്ന സമയത്ത് അമ്മ പറയുവാണ്, മോനെ നിന്റെ ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചിരുന്നല്ലോ, അവൻ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടി ഇപ്പൊ അവന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം മുടങ്ങിപ്പോയി. ഇത് കേട്ട നായകനാണെങ്കിൽ ചേട്ടനെ സമാധാനിപ്പിക്കുന്നു. അടുത്ത ദിവസം നായികയാണെങ്കിൽ നായകനെ ചേർത്ത ആ കോളേജിലേക്ക് എത്തുവാണ്. സുനിലിനി പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവന്റെ സർട്ടിഫിക്കറ്റ് അല്ല അവന്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി പോയതായിരുന്നു നായിക അവിടേക്ക്. ഇത് കേട്ട പ്രിൻസിപ്പൾ കാര്യം ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാണെന്ന് നായിക പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ അവര് നായികയ്ക്ക് ഒരു വീഡിയോ കാട്ടിക്കൊടുക്കുന്നു. ആ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർ കല്യാണം ആയതുകൊണ്ട് ജോലി നിർത്തി പോകാൻ തുടങ്ങുമായിരുന്നു. സോ ആ ടീച്ചറിന്റെ സെൻഡ് ഓഫ് പാർട്ടിയിൽ സുനിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ആയിരുന്നു അത്. ടീച്ചർ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് കല്യാണത്തിന് ശേഷം അവർ ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ടീച്ചർ ആ ജോലി ഒഴിവാക്കി പോകാൻ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ആ പാർട്ടിയിൽ വെച്ച് അത് അറിഞ്ഞ സമയത്ത് സുനിൽ ആ ടീച്ചറോട് പറയുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അത്. ടീച്ചർ എന്റെയും കല്യാണം കഴിഞ്ഞതാണ്, എന്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്, കല്യാണത്തിന് ശേഷം ജോലിക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടില്ല, എന്നതാ ഇവിടെ പഠിപ്പിക്കാൻ വിടുന്നത് എന്റെ ഭാര്യയാണ്, ഞങ്ങൾ തമ്മിൽ അത്ര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ ടീച്ചർ കല്യാണം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിക്ക് ടീച്ചറെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ടീച്ചർ എന്തിനാ അയാളെ സ്വീകരിക്കണം എന്നൊക്കെയായിരുന്നു സുനിൽ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ആ വീഡിയോ എല്ലാം കാണുന്ന സമയത്ത് സുനിൽ നായികനെ പറ്റി പറഞ്ഞ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ നായികയ്ക്ക് അവനോട് വീണ്ടും സ്നേഹം തോന്നുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നായികയാണെങ്കിൽ നേരെ അവളുടെ വീട്ടിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് അമ്മയാണെങ്കിൽ ഇത്രയും നാളോ അവളോട് ഭയങ്കര റഫായിട്ടെല്ലാം പെരുമാറിയതിന് അവളോട് മാപ്പ് ചോദിക്കുന്നു. അതുപോലെ സുനിൽ എന്ന് പറയുന്ന ആ പയ്യൻ വളരെ നല്ലൊരു പയ്യനാണ്, നിന്റെ ഭാഗ്യം കൊണ്ടാണ് അതേപോലെ ഒരു പയ്യനെ നിനക്ക് കിട്ടിയത്, അതൊരു ദയവ് ചെയ്ത് നീ അവനെ വേണ്ടാന്ന് വെക്കരുത്, ഇങ്ങനെല്ലാം പറഞ്ഞ അമ്മ അവളോട് റിക്വസ്റ്റും ചെയ്യുന്നു. അങ്ങനെ ഇതും കൂടി കേൾക്കുന്ന സമയത്ത് അവൻ ഇനി തന്റെ ജീവിതത്തിൽ വേണമെന്ന് നായിക തീരുമാനം എടുക്കുന്നു. അങ്ങനെ നായിക അവിടെ നിന്ന് നേരെ നായകന്റെ വീട്ടിലേക്ക് എത്തുവാണ്. ഈ സമയം നായകന്റെ അച്ഛനും അമ്മയും ചേട്ടനെല്ലാം വിചാരിക്കുന്നത് വന്നിരിക്കുന്നത് നായകന്റെ ടീച്ചറാണെന്നാണ്. അങ്ങനെ അവര് മോനെ നിന്റെ ടീച്ചർ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് നായകനെ വിളിക്കുന്ന സമയം നായകൻ ഇറങ്ങി വരുന്നു. നായകനെ കണ്ടാകെ ഞെട്ടി നിൽക്കുന്നു. ഈ സമയത്ത് നായികയാണെങ്കിൽ അവൻ ആ കോളേജില് ജോലി ഒഴിവാക്കി പോകുന്ന ആ ടീച്ചറോട് സംസാരിച്ച വീഡിയോ ഇല്ലേ അത് കാട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് നായകനെ നോക്കി പുഞ്ചിരിക്കുന്നു. എന്നാൽ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേട്ട് നായകന്റെ ചേട്ടൻ നല്ല അറിവാണ്. വീഡിയോയിൽ നായകൻ സംസാരിക്കുന്ന ആ ടീച്ചർ ഇല്ലേ ആ ടീച്ചറെയായിരുന്നു നായകന്റെ ചേട്ടൻ കല്യാണം കഴിക്കാനിരുന്നത്. അതായത് നായകന്റെ സംസാരം കേട്ടാണ് ആ ടീച്ചർ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ അറിയാതെയാണെങ്കിലും നായകൻ അവന്റെ ചേട്ടന്റെ കല്യാണമാണ് മുടക്കിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കുന്ന നായകൻ അപ്പൊ ചേട്ടനായിരുന്നു ആ വ്യക്തി എന്ന് ചോദിക്കുന്നു. ഈ സമയം ചേട്ടനാണെങ്കിൽ അവനെ കുറെ ചീത്ത പറയുന്നു. അതിനുശേഷം നമ്മുടെ നായകനാണെങ്കിൽ നായകന്റെ ചൂണ്ടിക്കാണിച്ച് പാരന്റ്സിനോട് ഇതെന്റെ ഭാര്യയാണെന്ന് പറയുന്നു. ഇത് കേട്ടത് അച്ഛൻ ബോധം കെട്ട് വീഴുന്നു. അമ്മയാണെങ്കിൽ ഈ സമയം പെട്ടെന്ന് അകത്തേക്ക് പോകുന്നു. നിലവിളക്ക് എടുത്ത് സ്വീകരിക്കാൻ പോയതായിരിക്കുമെന്ന് അവർ വിചാരിക്കുവാണ്. എന്നാൽ അകത്തേക്ക് പോയ അമ്മ തിരിച്ചു വരുന്നത് നിലവിളക്കുമായിട്ടല്ല, അവരെ അടിക്കാൻ ഒരു ഒലക്കയായിട്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്ന നായകനെയും കാണിച്ചുകൊണ്ട് ഈ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പൊ മച്ചന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നല്ലൊരു കോമഡി ഡ്രാമ മൂവി ആയിരുന്നു ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.